ഹായ് ഫ്രണ്ട്സ്, മൈ ഡ്രീംസ് ആർ മൈ ഹാപ്പിനെസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ട്രാവലിംഗ് വീഡിയോയാണ്. ഞങ്ങളിന്ന് പോകുന്നത് ചിറ്റാർ ഡാമിലോട്ടാണ്. ഇത് തമിഴ്നാട്ടിലോട്ടാണ്, അതായത് നമ്മുടെ കേരളവും തമിഴ്നാടും തമ്മിലുള്ള ബോർഡറിലാണ്. നെട്ട ശിവലോകം ചിറ്റാർ ഡാം എന്ന പേരിലൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഞാനൊരു 7 വർഷത്തിന് മുമ്പാണ് ഇവിടെ പോയിട്ടുള്ളത്. അതായത് എൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ടൈമിൽ വെള്ളറുടെ ആയിരുന്നപ്പോൾ അവിടുന്ന് ഒരു തവണ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സ്ഥലമൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അതായത് ഈ പുഴയും മലയും ഒക്കെയുള്ള ഒരു സ്ഥലം. പിന്നെയെന്ന് പറഞ്ഞാൽ ഫുഡ്, പുഴമീൻ, തലക്കറി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടാണ് ഒത്തിരി പേര് ഇവിടെ വരുന്നത്. പിന്നെ ഫുഡ് കഴിക്കാനും ഡാമൊക്കെ കാണാനും ഒക്കെ ആയിട്ടാണ് ഒത്തിരി പേര് ഇവിടെ വരുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ ഡാമിലെത്തിയിട്ടുണ്ട്. എത്തിയപ്പോഴത്തേക്കും മൊത്തത്തിലൊരു മാറ്റം. അതായത് ഞങ്ങൾ അന്ന് വന്ന ടൈമിൽ കണ്ടതുപോലെയല്ല. മൊത്തത്തിലൊരു മാറ്റം. ആരും അധികം ഇങ്ങോട്ടാരും വരാത്തതുപോലെയും, പിന്നെ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങളല്ലാതെ വേറെ ആരും ഇല്ല. അപ്പോഴത്തേക്കും പിന്നെയും കരുതി ഒരു 7 വർഷമായില്ലേ, ഇപ്പോൾ അതിൻ്റെ മാറ്റങ്ങളായിരിക്കാം എന്നൊക്കെ കരുതി. അങ്ങനെ ഞങ്ങൾ കയറി. ഗേറ്റ് തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ 2-3 പേരുണ്ടായിരുന്നു. അവർ പറഞ്ഞു സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അതിലേ കയറിയാൽ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ കയറി അകത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും സംഭവം വെള്ളം ഒട്ടുമില്ല. ഞങ്ങൾ കുറച്ചൊക്കെ ഉള്ളിലോട്ട് പോയപ്പോഴത്തേക്കും ഇവിടെ അല്ല അന്ന് വന്നതെന്ന് ഉറപ്പായി. മൊത്തത്തിൽ കണ്ടപ്പോഴത്തേക്കും ഒരു പേടി തോന്നി. അതായത് ഡാമിൻ്റെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും മൊത്തത്തിലൊരു ഭയങ്കരമായിട്ടൊരു പേടി തോന്നി. ഇനി അങ്ങോട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെ കരുതി. ഇവിടെ നിന്ന് താഴോട്ട് നോക്കാൻ തന്നെ ഭയങ്കര പേടിയാണ്. നോക്കിയപ്പോൾ വെള്ളം ഒട്ടുമില്ല. പിന്നെ എന്തായാലും വന്നതല്ലേ, കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഉള്ളിലോട്ടൊക്കെ നല്ല കാടാണ്. അതായത് എന്ത് പറയാനായിട്ട്, മൊത്തത്തിൽ 2 സൈഡ് നല്ല കാട്. പിന്നെ ഈ പാർക്കിൻ്റെയൊക്കെ മുൻപുണ്ടായിരുന്ന ഊഞ്ഞാലും അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മൊത്തം കാട് പിടിച്ചിട്ട് വല്ലാത്ത ഒരു അവസ്ഥയിലാണ് എല്ലാം നശിച്ചു പോയത്. അതായത് വർഷങ്ങളും കൊണ്ട് ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്ന പോലെ ആണ്, പ്രവർത്തനമൊന്നും ഇല്ലാത്തതുപോലെ. അങ്ങനെ പിന്നെ പിള്ളേരുടെ ബഹളം കൊണ്ടിട്ട്, അതായത് അവർക്ക് പാർക്കിൽ പോകണം, കയറണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഊഞ്ഞാലാടണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ബഹളം. അപ്പോൾ അവരെ കരുതി ഞങ്ങൾ എന്തായാലും ഒന്ന് കുറച്ച് ദൂരം കൂടെ പോയി നോക്കാമെന്ന് കരുതിയിട്ട് നടന്നു. അപ്പോഴത്തേക്കും 2 സൈഡും മൊത്തത്തിൽ ഭയങ്കര കാട്. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടുന്ന് പോയേ പറ്റൂന്നായി. അധിക ദൂരം പോയപ്പോൾ ഭയങ്കരമായിട്ട് പേടി തോന്നി. എന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കാട് കൂടിക്കൂടി വരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പിള്ളേരെ കരച്ചിലായി, പാർക്കിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്തായാലും ഞങ്ങളിനി അങ്ങോട്ട് പോകുന്നില്ല എന്ന് വെച്ചിട്ട്, റിസ്ക് എടുക്കാനായിട്ട് വയ്യാന്ന് കരുതിയിട്ട് ചേട്ടനോട് പറഞ്ഞു നമുക്ക് തിരിച്ചു പോവാം, ഇനി വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ തിരിച്ച് പോവാന്ന് കരുതി. അപ്പോഴത്തേക്ക് 2 പേരും ബഹളമാണ്, പോവാനായിട്ട് വേണ്ട, പോകാം, അങ്ങോട്ട് പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി. എന്തായാലും വന്നതല്ലേന്ന് കയറി. പിന്നെ ഞങ്ങൾ അടുത്തൊരു ഹോട്ടലിൽ കയറി മീനൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. 2 പേരും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും ഐസ്ക്രീം കുടിച്ചു. ഞങ്ങൾ മീനൊക്കെ വാങ്ങി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങളിവിടെ അടുത്ത് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ട് പുഴയിലോട്ട് ഇറങ്ങാനുള്ള വഴിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി. എന്തായാലും വന്നതല്ലേ, അപ്പം അങ്ങോട്ടൊന്നും ഇറങ്ങാനായിട്ട് പറ്റിയില്ലല്ലോ. നമ്മൾ ഡാമിലോട്ട് പോയിട്ട് അവിടെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇവിടെ എന്തായാലും ഒന്ന് കണ്ടിട്ടൊക്കെ പോകാമെന്ന് കരുതിയിട്ട് ഇവിടെ ഇരുന്നു. അപ്പോഴത്തേക്കും 2 പേർക്കും വെള്ളത്തിൽ ഇറങ്ങണം. വെള്ളമെന്ന് കേട്ടാൽ മൊത്തത്തിലൊരു പേടിയാണ്. ഡാമും കുളമൊക്കെ ഒരു വല്ലാത്തൊരു പേടിയാണ്. അതുകൊണ്ട് പിള്ളേരെ 2 പേരും അങ്ങോട്ട് വിട്ടില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് കണ്ടു, വീഡിയോയൊക്കെ എടുത്തിട്ട്. ഇവിടെ അങ്ങനെ ആരും വരാറില്ല എന്നൊന്നും കണ്ടിട്ട് തന്നെ ഒരു ആഴമുള്ളൊരു ഇതുപോലെ തോന്നുന്നുണ്ട്. അതായത്
ഈ പശുക്കളെയൊക്കെ കൊണ്ട് വന്ന് കുളിപ്പിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ആൾക്കാരൊന്നും അങ്ങനെ അധികം ഇറങ്ങാറില്ല. നല്ല നല്ല ആഴമുണ്ടെന്ന്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന് അവർ അച്ഛനും മക്കളും ഫ്രണ്ടിൽ നിന്ന് പോയി. എനിക്ക് മൊത്തത്തിൽ പേടിയാണ്. അതുകൊണ്ട് ഞാൻ പതുക്കെ പുറകിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് അവരുടെ പുറകിൽ നിന്ന് പോയതാണ്. അവർക്ക് കല്യാണിക്കാണെങ്കിൽ ഒട്ടും പേടിയില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും വെള്ളത്തിൽ ഇറങ്ങണം, കളിക്കണം എന്നൊക്കെയാണ്. ഞങ്ങളൊട്ടും സമ്മതിച്ചില്ല വെള്ളത്തിലിറങ്ങാനും. അതും പോയിട്ട് പിന്നെ ഇവിടെയൊക്കെ നല്ല ആഴം ഉണ്ടാവും, സ്ലിപ്പാവും, കല്ലൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് ദൂരമൊക്കെ നടന്നു. പിന്നെ കല്യാണിക്ക് പുഴയിൽ കല്ലെറിയണം, മീൻ പിടിക്കണം, അങ്ങനത്തെ കുറേ വാശികൾ. അവൾ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് കേൾക്കാനേ കൂട്ടാക്കുന്നില്ല. അവൾ അങ്ങോട്ട് പോയി കല്ല് പറക്കി എറിയണം, മീനുണ്ടോയെന്ന് നോക്കണം, അങ്ങനത്തെ ബഹളം. പിന്നെ അവൾ എന്ത് ചെയ്യുന്നോന്ന് നോക്കിയിട്ട് കണ്ണകി നിൽപ്പുണ്ട്. അവൾ ചെയ്യുന്നത് പോലെ അവളും ചെയ്യും, കല്ല് പറക്കി എറിയണം, അങ്ങനെയൊക്കെ. പിന്നെ ഒരുവിധം പറഞ്ഞ് ഒപ്പിച്ചു. പിന്നെ അവൾക്ക് ഡാൻസ് കളിക്കണം. അപ്പോൾ സ്കൂളിലെ ആനുവൽ ഡേക്ക് കളിച്ച ഒരു ഡാൻസ് ഉണ്ട്, അപ്പോൾ അത് കളിക്കാനായി. അങ്ങനെ കല്യാണി ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്കൂളിലെ ആനുവൽ ഡേക്ക് കളിച്ച വളക്കിലുക്കണ കുഞ്ഞോളെ ആ ഡാൻസാണ് കളിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവൾക്ക് കളിക്കണമെന്നുണ്ട്, വെള്ളത്തിൽ കളിക്കണം അങ്ങനെയും ഉണ്ട്. പിന്നെ ആൾ കുറച്ചൊക്കെ മറന്നുപോയി. കുറച്ച് വെക്കേഷൻ ടൈമല്ലേ, അപ്പോൾ കുറേയൊക്കെ മറന്നുപോയി. അപ്പോഴത്തേക്കും പിന്നെ എങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ട് കളിക്കാൻ പോകണമെന്നുള്ളൊരു ഇതാണ്. അങ്ങനെ ഇടയ്ക്ക് മറന്നുപോയി. പിന്നെ കുറച്ച് സ്റ്റെപ്പ് കളിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ. അതിനിടയിൽ കണ്ണകി കിട്ടിയ അവസരത്തിന് വെള്ളത്തിൽ കല്ലുവാരി എറിയുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെ പുറകിൽ 2-3 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും അവൾക്ക് മൊത്തത്തിലൊരു നാണമായി കളിക്കാൻ. പിന്നെ ആൾ പമ്മി കളിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് കാണാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.